നമസ്കാരം. 2025 മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് ഇടവമാസം 4-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 28-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:30 ഞായറാഴ്ച ദിവസത്തെ തിഥി ഉദയാൽപരം തിഥി ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി തിഥി തിങ്കളാഴ്ച രാവിലെ 6:07 വരെ ഉണ്ടായിരിക്കും. ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ശനിയാഴ്ച വൈകിട്ട് 5:45 ആരംഭിച്ച് ഞായറാഴ്ച വൈകുന്നേരം 6:54 അവസാനിക്കും. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനുക്കൂറിലാണ്. അതിൻ്റെ സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച വൈകുന്നേരം 5:45 മുതൽ ശനിയാഴ്ച രാത്രി 11:45 വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ശനിയാഴ്ച ദിവസം വൈകുന്നേരം 5:45 മുതൽ ആരംഭിക്കുന്ന ഉത്രാട നക്ഷത്രമാണല്ലോ ഞായറാഴ്ച പകൽ കൂടുതലായിട്ടുള്ളത്. അതായത് വൈകുന്നേരം 6:54 വരെയും ഞായറാഴ്ച വൈകുന്നേരം 6:54 വരെയും ഉത്രാട നക്ഷത്രമാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രം ഞായറാഴ്ച രാവിലെ സൂര്യോദയം മുതൽ വൈകുന്നേരം 6:54 വരെ 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു. അപ്പോൾ ഇവിടെ ചിന്തിക്കുന്ന വിഷയം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഉത്രാട നക്ഷത്രപ്രകാരമാണ് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ ഈ ഞായറാഴ്ച ദിവസം ഉത്രാട നക്ഷത്രപ്രകാരം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചും ജ്യോതിഷം പറയുന്നുണ്ട്. മകയിരം, തിരുവാതിര, മൂലം, ആനിഴം, ചോതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിച്ച് ജീവിക്കുക. വാക്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം ഒരു സൂക്ഷ്മത വേണം, ശ്രദ്ധ വേണം. ശത്രുക്കൾ ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട്. രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആപത്തനർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട്. മക്കൾ വിരോധികളായി തീരുവാൻ സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹം പോലും ഇല്ലാതായി തീരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിത അനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനിയും ഞായറാഴ്ച ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്യുവാനുള്ള ശുഭസമയം വേർതിരിച്ച് പറഞ്ഞു തരാം. ഞായറാഴ്ച രാവിലെ 6:07 മുതൽ 9:07 വരെയുള്ള സമയം ശുഭസമയമാണ്. ഞായറാഴ്ച രാവിലെ 6:07 മുതൽ 9:07 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:37 മുതൽ ഉച്ചകഴിഞ്ഞ് 3:07 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 18 ഒറ്റസംഖ്യയാക്കുമ്പോൾ 9 വരും. ഏതൊരു മാസവും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. കൂടുതൽ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നതിന് വേണ്ടി മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഞായറാഴ്ച ദിവസം ഉത്രാട നക്ഷത്രപ്രകാരം കാർത്തിക, ചതയം, രേവതി, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, പൂരാടം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായ കൊടുത്തുവാങ്ങലിനെ
കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും, കടം ചോദിച്ചാൽ കിട്ടും. അങ്ങനെ ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ധനം കൈകാര്യം ചെയ്ത് ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ ഈ നാളുകാർക്ക് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് ഞായറാഴ്ച പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.